ചെറിയ السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അങ്ങേറ്റം സന്തോഷത്തോടു കൂടിയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു കാരണം, ഇന്ന് നിങ്ങളുടെ ഇഫ്താറിൻ്റെ രജിസ്ട്രേഷൻ രാവിലെ 10 മണിക്കല്ലേ, 10 മണിക്ക് നിങ്ങൾക്ക് അയച്ചു തന്നപ്പോൾ അതിലൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് മഗ്‌രിബിന് ഇവിടെ ഇതുപോലെ ഈ ഇഫ്താറിൻ്റെ ശേഷം സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എത്ര പേർ അതിൽ വില്ലിംഗ് ആണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട്. വളരെ കുറഞ്ഞ ആളുകൾക്കാണ് രജിസ്ട്രേഷൻ തന്നെ ഫില്ല് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ത്രഷോൾഡ് കംപ്ലീറ്റ് ആയിട്ട് ആ ഫോം കംപ്ലീറ്റ് ആവലുണ്ട്. പക്ഷേ ഏറെ സന്തോഷം എന്ന് പറയട്ടെ, ഇതിൽ ഏകദേശം 24 പേര് ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് കോൺഫിഡൻസോടുകൂടി പറഞ്ഞു എന്നുള്ളത് ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ ഒരു സ്ട്രെങ്ത് തെളിയിക്കുന്നതാണ്. അത് 24 പേരായിരിക്കില്ല, അതിനേക്കാളേറെ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പടച്ചതമ്പുരാൻ നിങ്ങളുടെ ആ താല്പര്യത്തെ, നിങ്ങളുടെ ആ കഴിവിനെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും വളർത്തിത്തരികയും അത് നാളെ ഇസ്ലാമിക ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അതിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നുള്ളൂ. ഇത് നിങ്ങളുടെയൊക്കെ മനസ്സിലെപ്പോഴും, പ്രത്യേകിച്ച് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഡിഗ്രി കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഈ ഒരു കാലയളവിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആലോചനകൾ, ചിന്തകൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. കാരണം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫോക്കസ്. നിങ്ങളേറെ സ്വപ്നത്തോടു കൂടിയാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ അതിനേക്കാളേറെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ കരിയർ, നമ്മൾ പഠിക്കുന്ന മേഖലകൾ, ഇനി അങ്ങോട്ട് എവിടേക്കാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ആശങ്കകളും അതുപോലെ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് ലോകത്തിന് മാറ്റമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചേഞ്ച് എന്നുള്ളതാണ്. അത്രമേൽ വ്യാപകമായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകളോ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങുകളോ അതായിരിക്കില്ല നിങ്ങളെ പഠനം കഴിയുമ്പോഴേക്ക് സംഭവിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ നിരന്തരം സംസാരങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എത്തി നിൽക്കുന്ന മേഖലകൾ, അവരുമായിട്ടുള്ള സഹവാസത്തിലൂടെയും അവരോട് സംസാരിക്കുമ്പോഴൊക്കെയും നിങ്ങൾ ഈ പറയുന്ന ആശങ്കകളും സ്വപ്നങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നാളെ ഈ ലോകം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തോളം നമുക്കിതിനെ അതിജയിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എവിടെയും തളരാൻ പാടില്ല. ഒരുപക്ഷെ ഏറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ പഠനം പൂർത്തീകരിച്ച് ഒരു ജോലിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ജോലിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാവും. അവിടെ വെച്ച് നമ്മൾ പതറിപ്പോകാൻ പാടില്ല. ഒരു ബിസിനസ് നടത്തുന്ന ആളുകൾ ഇതിൽ കൂട്ടത്തിലുണ്ടാവും. ചെറിയ രീതിയിൽ ചില തകർച്ചകൾ വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകാൻ പാടില്ല. കാരണം നിങ്ങൾ സാധാരണ വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമാണ്. നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, നിങ്ങൾ നമസ്കരിക്കുന്നവരാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ മുട്ടുമടക്കാൻ പാടില്ല. നിങ്ങളൊരു പ്രതിസന്ധിയിലും പകച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് തന്നെ ഇന്ന് ഈ മേഖലയെക്കുറിച്ച് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവുക എന്നതിനെ കുറിച്ച് വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയാം. നമ്മൾ ഏറ്റവും വലിയ റാങ്കിങ്ങിൽ കാണുന്ന ചില യൂണിവേഴ്സിറ്റികളുണ്ട് ലോകത്തെ. അതില് 5ാം സ്ഥാനത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ 1995 മുതൽ 2003 വരെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്ന, കോളേജ് ഡീനായി വർക്ക് ചെയ്തിരുന്ന ഹാരി ലൂയിസ്, അദ്ദേഹത്തിന്റെ ഈ അടുത്ത് പുറത്തിറക്കിയ പുസ്തകമുണ്ട്, എക്സലൻസ് വിത്തൗട്ട് എ സോൾ, ഡസ് ലിബറൽ എഡ്യൂക്കേഷൻ ഹാവ് എ ഫ്യൂച്ചർ എന്നൊരു പുസ്തകം.
ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു ആശങ്ക, ഏറെ കാലത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ പഠന സംവിധാനങ്ങളും നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളെ കുറിച്ചൊക്കെ വിലയിരുത്തിയിട്ട് അദ്ദേഹം പറയാൻ, ഈ പഠനമാണ് തുടരുന്നത് എങ്കിൽ ഇവിടെ തൊഴുത്തുകൾ പോലെ കുറെ യന്ത്രമനുഷ്യന്മാരുണ്ടാകും, അതിനപ്പുറത്തേക്കൊന്നുമില്ലാതെ, ഒരു വികാരവുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ മറ്റാരോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്രങ്ങളായി മാറാൻ സാധ്യതയുള്ള ഒരു പെഡഗോഗിയാണ്, വിദ്യാഭ്യാസമാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതിനതിൻ്റെതായ മെറിറ്റുകളുണ്ട്, അതിനതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷേ അതിനെ മൂല്യബോധത്തോടു കൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന, നല്ല ധൈര്യത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി പതറിപ്പോകാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കൂട്ടർ വളർന്നു വരണമെന്നാണ് ആ പുസ്തകത്തിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇതെങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, വിശ്വാസികളായ വിദ്യാർത്ഥികൾ എന്ന അർത്ഥത്തിൽ നിങ്ങൾക്കതിൽ ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ ഒരൊറ്റ സംഭവം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യമനിൽ നിന്ന് 13 പേർ, ഒരു സംഘം പ്രത്യേകമായി റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അവരെ കുറച്ചു ദിവസം അവിടെ സഹവസിച്ചു. അവര് വല്ലാത്ത ആതിഥേയത്തോടുകൂടി അവിടെ കൂടിയിരുന്നു. എന്നിട്ട് റസൂലിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അവർക്ക് വേണ്ട ആതിഥേയത്വം നൽകിയിരുന്നത്. പോകാൻ നേരത്ത് റസൂൽ പറഞ്ഞു, ഇതുവരെ വന്ന സംഘം പോലെയല്ല, അവര് കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം എന്റെ കൂടെ ഇരുന്ന് ദീനിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സഹവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ അവസരങ്ങളും അവരെന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് നല്ല ഗിഫ്റ്റ് കൊടുക്കണം. അവര് പോകുമ്പോ അവർക്ക് സന്തോഷത്തോടു കൂടിയായിരിക്കണം അവർ പിരിഞ്ഞു പോകേണ്ടത്. ആ 13 പേരെയും വിളിച്ചു ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തു. അവർക്ക് എന്താണോ ആവശ്യം അത് മദീനയിൽ നിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ചോദിച്ചു, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ? അവിടെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളത്. അയാൾ ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഞങ്ങളുടെ വസ്തുക്കൾ, ഞങ്ങളുടെ സാമഗ്രികൾ, യാത്രക്ക് വേണ്ടി ഉപയോഗിച്ച വസ്തുക്കളൊക്കെ നോക്കാൻ വേണ്ടി വന്ന കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടി കൂടിയാണ് ബാക്കിയുള്ളൂ, അവനെ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്ന രീതിയിലാണ് പറഞ്ഞതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? റസൂൽ ചോദിച്ച ആ ചോദ്യം താല്പര്യപൂർവ്വം കേട്ട ആ കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇവരാവശ്യപ്പെട്ടതുപോലെ എന്തെങ്കിലും വിഭവങ്ങൾ ഗിഫ്റ്റായിട്ട് വേണ്ട, എനിക്ക് എന്തെങ്കിലും ഒരു സാമഗ്രികൾ ഇവിടെ നിന്ന് വേണ്ട, വിലപിടിപ്പുള്ള എന്ത് തന്നെ നൽകിയാലും അതൊന്നും എനിക്ക് വേണ്ട, മറിച്ച് എനിക്കൊറ്റ ആവശ്യമുള്ളൂ, റസൂലേ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ ആയുസിന്റെ അവസാനത്തെ ദിവസവും എന്റെ ഹൃദയത്തിൽ നല്ല ധനാഢ്യന്റെ ഐശ്വര്യപൂർണമായ ഒരു മനസ്സുണ്ടാവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദാരിദ്ര്യമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന് റസൂലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ആഗ്രഹിച്ചിട്ടാണ് ഈ 13 പേരുടെ കൂടെ യമനിൽ നിന്ന് ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. റസൂൽ അവനെ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. പിന്നീട് ചരിത്രത്തിൽ ഈ കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ 10-ാം വർഷം മിനായിൽ വെച്ച് ആവശ്യപ്പെടുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ കുറെ ആളുകളെ കണ്ടപ്പോ, ബനു അബ്ദ ഗോത്രത്തിൽപ്പെട്ട ആളല്ലേ നിങ്ങൾ? അന്ന് മദീനയിൽ ഒരു കുട്ടി വന്നിരുന്നു. ആ കുട്ടി ഇങ്ങനെയൊക്കെ എന്നോട് പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ആ കുട്ടിയെ പറ്റി വല്ല വിവരവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ആളുകൾ പറഞ്ഞു, അതുപോലെ ഒരു കുട്ടിയെ, അതുപോലെ വളർന്നു വന്ന ഒരു പയ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല റസൂലെ. ഇത്രമേൽ ധൈര്യത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി, എന്നാൽ കിട്ടാവുന്ന എല്ലാ വിഭവങ്ങളും എത്ര കുറവാണെങ്കിലും ശരി അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ഞങ്ങൾ അങ്ങനെ മറ്റൊരാളെയും കണ്ടിട്ടില്ല റസൂലെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒരു പ്രാർത്ഥന അവന് വേണ്ടി നടത്തുകയാണ്. അവരുടെ മുമ്പിൽ വെച്ചാണ് നടത്തുന്നത്. ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് ഇങ്ങനെയാണ്. റസൂൽ പറഞ്ഞു, ഇന്നി ലഅർജു അൻ യമൂത ജമീഅ. സാധാരണയുള്ള ഒരു പ്രാർത്ഥന പോലെയായിരുന്നില്ല, എങ്കിൽ അവൻ സമ്പൂർണനായി സായുജ്യമടയുന്ന ഒരു മരണം വരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പ്രാർത്ഥന കേട്ടപ്പോ അവർ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, എന്റെ റസൂലെ, ഞങ്ങൾ എല്ലാവരും മരിക്കുന്നത് പോലെ തന്നെയല്ലേ അവരും മരിക്കുക? എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ മരിക്കുക? എല്ലാവരും സമ്പൂർണമായിട്ടല്ലേ മരിക്കുക? ആത്മാവ് പിരിഞ്ഞു പോകുന്നതിൽ എന്ത് വ്യത്യാസമാണ് മനുഷ്യനുള്ളത്?
മതത്തിന്റെയോ ജാതിയുടെയോ വ്യത്യാസമില്ലാതെ എല്ലാവരും മരിക്കുന്നത് ഒരുപോലെയാണ്. എന്നിരിക്കെ എന്തിനാണ് റസൂലെ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി, എന്റെ ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. തതശഅബു അഹ്വാഉഹു വഹുമൂമുഹു ഫീ ഔദിയത്തി ദുനിയ ഫലഅല്ല അജലുഹു അൻ യുദ്രികഹു ഫീ ബഅദി തിൽകൽ ഔദിയ ഫലാ യുബാലില്ലാഹു അസ്സ വജല്ല ഫീ അയ്യുഹാ ഹലക്. ഈ ലോകത്തെല്ലാവരും മരണപ്പെടുമ്പോ വ്യത്യസ്തമായ ആഗ്രഹങ്ങളോടുകൂടിയായിരിക്കും മരിക്കുന്നത്, വ്യത്യസ്ത താല്പര്യങ്ങളോടുകൂടിയായിരിക്കും മരിക്കുന്നത്. ഒരുപക്ഷെ ആ താല്പര്യങ്ങളും ആ ടാർഗറ്റുകളും ആ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടാതെ മലയിടുക്കുകളിൽ കുടുങ്ങിക്കിടന്ന രീതിയിൽ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. ഒന്നും നേടിയിട്ടുണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിലേക്ക് എല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം നേടിയിട്ടുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ കാലം എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ആഗ്രഹങ്ങൾ കടന്നു വരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വീട്, നല്ല ഒരു കുടുംബം, നല്ല ഒരു ജീവിതം, സെറ്റിൽഡ് ആയ ഒരു ലൈഫ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആ ആഗ്രഹങ്ങളെല്ലാം ജീവിതത്തിൽ ഒരു മീൻസ് ഓഫ് ലൈഫ് മാത്രമാണ്, ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിനുള്ള ഉപാധികൾ മാത്രമാണ്. പക്ഷെ അതിനപ്പുറം അത് ഗോളായി മാറാൻ പാടില്ല, അത് ലക്ഷ്യമായി മാറാൻ പാടില്ല. ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നേ ഉള്ളൂ, റിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ആ ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ ഈ ആഗ്രഹങ്ങളെല്ലാം വെച്ചു പുലർത്തിയാൽ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ പിറകെ ദുനിയാവ് മുഴുവൻ വന്നു കയറുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന, നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഒരു സുപ്രഭാതത്തിൽ നോമ്പ് കടന്നു വരുമ്പോ, റമദാൻ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആ തീരുമാനം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും കടന്നു വരാൻ കഴിയണം. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബകാര്യങ്ങളിൽ, നമ്മുടെ ഉമ്മമാരുടെ ഇടപാടുകളിൽ, നമ്മുടെ സഹോദരന്മാരുമായിട്ടുള്ള ഇടപാടുകളിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ എല്ലാം കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ലക്ഷ്യം കൃത്യമാക്കി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി സമൂഹമാക്കി, ഇസ്ലാമിക സമൂഹമാക്കി അല്ലാഹു നമ്മളെ മാറ്റി പെരുമാറാകട്ടെ. ആ രീതിയിൽ സമ്പൂർണമായി സംതൃപ്തിയോടുകൂടി നാളെ മരണപ്പെടുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നസ്തഗ്ഫിറുല്ലാഹ വ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم. Let's